ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. ശ്രീ രഘുനാഥ് പാലേരി, മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഈ 2023 നടന്ന അപകടം ഇവിടെ കേണൽ ഡിന്നി സൂചിപ്പിച്ചുവല്ലോ. ഇതേ വിമാനമാണ് VSR വെഞ്ചേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ലിയർജെറ്റ് വിമാനം. അപകടത്തിൽപ്പെട്ട അന്ന് ഈ മഴയുണ്ടായിരുന്നു. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നുമാറ്റിയാണ് അപകടമുണ്ടാകുന്നത്. മഴയുണ്ടായിരുന്ന സമയത്താണ്. പക്ഷേ ഈ എയർ സ്ട്രിപ്പ് അല്ല, മുംബൈ വിമാനത്താവളമാണ്. അപ്പോൾ അത്രയും വലിയ വിമാനത്താവളത്തിൽ അന്ന് കാലാവസ്ഥ മോശമായ സമയത്തും അപകടത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ് എന്ന് പറയുമ്പോഴും തുടർച്ചയായി അപകടം ഉണ്ടാകുന്നു എന്നതിനെ എങ്ങനെ നോക്കിക്കാണണം? അപ്പോൾ ആ സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ടോ ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ? എന്നോടാണോ? അതെ അതെ. ഓക്കെ. മഴയുള്ള സമയത്ത് ചെറിയ വിമാനങ്ങൾ, കാരണം വലിയ വിമാനങ്ങൾ കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ്, കുറച്ചും കൂടെ സേഫ് ആണ്. പക്ഷെ ചെറിയ വിമാനങ്ങൾ മഴയുള്ള സമയത്ത് റൺവേയിൽ നിന്ന് തെന്നി മാറുക എന്ന് പറയുന്നത് അപൂർവമാണെന്നുണ്ടെങ്കിലും അത് സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വന്ന് ഈ സ്ഥിരമായിട്ട് ലാൻഡിങ് നടക്കുന്ന സമയത്ത് ടയറിന്റെ നല്ലൊരു ഭാഗം റൺവേയിലേക്ക് വന്ന് ഇടിച്ചിറങ്ങുന്ന സമയത്ത് അത് തേഞ്ഞിട്ട്, അത് ബ്രേക്ക് പിടിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് തേഞ്ഞിട്ട് ഈ റൺവേയിൽ പറ്റിപ്പിടിച്ച് കിടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കളയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ സ്കിഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇവിടെ ചെറിയൊരു ആംഗിളിൽ ഒരു വ്യത്യാസം, ലാൻഡിങ്ങിൽ ചെറിയൊരു ആംഗിളിൽ വ്യത്യാസം വന്നാലോ അല്ലെങ്കിൽ മഴ പെയ്ത് തെന്നി കിടക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിമാനത്തിന്റെ ബ്രേക്കിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാറിന്റെ ഒക്കെ ABS എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംവിധാനമാണ്. അതായത് നമ്മൾ ബ്രേക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ബ്രേക്ക് അപ്ലൈ ആവും, പിന്നെ റിലീസ് ആവും, പിന്നെയും അപ്ലൈ ആവും, പിന്നെ റിലീസ് ആവും, ഈ സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഒരേപോലെ 3 വീലിലും സംഭവിക്കണം, ഒരേ സമയത്ത് ഒരേപോലെ 3 വീലിലും സംഭവിക്കണം. ഇതിൽ ചെറിയൊരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാലും ഇതുപോലെയുള്ള സമയങ്ങളിൽ സാധാരണഗതിയിൽ ഒരു റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല. ഇത് കാരണം ഇത് ചെറിയൊരു ടൈമിങ്ങിൽ ഒരു മിസ്മാച്ച് വന്നാലും വലിയ കുഴപ്പം വരില്ല. പക്ഷേ ഈ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്ത്, തെന്നിക്കിടക്കുന്ന സമയത്ത് ഈ പ്രത്യേകിച്ചും പിന്നെ സ്റ്റാർബോർഡ് സൈഡിലെ പോർട്ട് സൈഡിലെ, അതായത് ലെഫ്റ്റിലെയും റൈറ്റിലെയും വീലുകൾ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ചെറിയൊരു മിസ്മാച്ച് വന്നാലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു വലിയൊരു, അതും 2023 അതിനുശേഷം ഇവർ എത്രയോ പ്രാവശ്യം ഫ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ഹാബിച്വൽ പ്രോബ്ലം ആണെന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. പിന്നെ ഡിന്നി സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരുന്നു, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ നമുക്ക് കിട്ടണം, അതിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടണം. രണ്ടാമത് കിട്ടുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കിട്ടും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പൈലറ്റ് ആയിരിക്കും ലാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്, 2 പേരിൽ ഒരാൾ. മറ്റേ ആള് ഇതിന്റെ ഫ്ലൈയിങ് പാരാമീറ്റേഴ്സ് എല്ലാം നോക്കുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പൊ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് തീരെ കുറവായിരുന്നു അല്ലെങ്കിൽ സ്പീഡ് കുറവായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടാനായിട്ട് സാധിക്കും. മറ്റേ കേസിൽ തെന്നി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ടെക്നിക്കൽ എററിന്റെ പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ റൺവേയിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, കാരണം ഇതുപോലെ തന്നെ ചില വിമാനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓയിലും ഒക്കെ ലീക്കായിട്ട് അതെല്ലാം റൺവേയിൽ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും പിന്നെ ടയറിന്റെ ലൈഫ് തീരാറായി കഴിയുമ്പോഴത്തേനും ഒരു സർട്ടൻ ടൈം ആയി കഴിഞ്ഞാൽ ടയർ മാറ്റണം. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിഡിങ്ങിന്റെ പോസിബിലിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പം അതൊരു ഹാബിച്വേറ്റഡ് ഒരു എന്താ പറയാ ഒരു ആക്സിഡന്റ് പ്രോൺ കമ്പനി ആണെന്നോ അല്ലെങ്കിൽ എന്ന് നമുക്ക് അങ്ങനെ, കാരണം മെയിൻ്റനൻസ് ഇഷ്യൂ അല്ല ഇത്, രണ്ടിലും വന്നിരിക്കുന്നത് മെയിൻ്റനൻസ് ഇഷ്യൂ ആണെന്നുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാധാരണഗതിയിൽ ഏതൊരു ഫ്ലൈറ്റിലും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് ഈ ഫ്ലൈറ്റിന്റെ 11 മിനിറ്റ് ആണ്. ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള 3 മിനിറ്റും ലാൻഡിങ്ങിന്റെ സമയത്തുള്ള 8 മിനിറ്റും ഏറ്റവും അപകടത്തിന് സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ 3 മിനിറ്റിലും അവസാനത്തെ 8 മിനിറ്റിലുമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത്. ലാൻഡിങ് എന്ന് പറയുന്നത് അത്രയും, ടേക്ക് ഓഫ് എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ ലാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കൃത്യമായിട്ട് ഇത്രയും ഹൈ സ്പീഡിൽ വരുന്ന ഒരു വിമാനം കൃത്യമായിട്ട് അലൈൻ ചെയ്ത് അതിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം, ഓൾട്ടിറ്റ്യൂഡ് കറക്റ്റ് ആയിരിക്കണം, ആംഗിൾ ഓഫ് അപ്രോച്ച് കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ മിസ്ഹാപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ പൈലറ്റ്സ് എറർ, പിന്നെ ILS ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പൈലറ്റിന്റെ എറർ ഒക്കെ കൊണ്ട് സംഭവിക്കും. എന്തായാലും പറന്നുയരാൻ ശ്രമിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം ജൂണിൽ അഹമ്മദാബാദിൽ വലിയ ഒരു ദുരന്തമുണ്ടാകുന്നതും വിജയ് റൂപാണിയുടെ മരണത്തിൽ അത് കലാശിക്കുന്നതും അതുൾപ്പെടെ. അതെ, എന്തായാലും വിമാന ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ തന്നെ
നഷ്ടപ്പെട്ടതിൻ്റെ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ചില ദുരൂഹതകൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളായി ഉയരുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.